ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സബ്ജക്ട്സിൽ മെയിൻ സബ്ജക്ട്സ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിക് സബ്ജക്ട്സിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ടാണ് വന്നത്. ഇതിൽ 6 കാറ്റഗറീസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇൻട്രൊഡക്ഷൻ ടു ഫാഷൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് ഫാഷൻ വന്നത് മുതൽ ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുടെ ഒരു തിയറിയാണ് ഈ ഇൻട്രൊഡക്ഷൻ ടു ഫാഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എലമെൻസും അതിൻ്റെ പ്രിൻസിപ്പിൾസുമാണ്. അതായത് നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പം യൂസ് ചെയ്യേണ്ട എലമെൻസും അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട റൂൾസും പ്രിൻസിപ്പിൾസും ആണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് കളർ തിയറി അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് ആണ്. കളർ തിയറിയും കളർ കോമ്പിനേഷൻസിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഏരിയാസ് തന്നെ ഞാൻ ഒരുപാട് പാർട്സായിട്ട് പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അറിയേണ്ടവർ അതിലൊക്കെ ഒന്ന് കയറി നോക്കുക. പിന്നെ ഫാഷൻ ടെർമിനോളജിയാണ് വരുന്നത്. ഇതിൽ ഫാഷൻ ഡിസൈനുകൾ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ടേംസ് ഉണ്ട്. ഡാട്ട്, പ്ലാക്കറ്റ്സ്, പോക്കറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അതിനെ കുറിച്ചിട്ടുള്ളൊരു വൈഡായിട്ടുള്ള സ്റ്റഡിയാണ് ഫാഷൻ ടെർമിനോളജി. ബോഡി ഷേപ്സും ഫിഗർ അനാലിസിസുമാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിനെക്കുറിച്ചിട്ടും ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ബോഡി ഷേപ്സും അതിൻ്റെ അനാലിസിസിനൊക്കെ കുറിച്ചിട്ട് പ്രീവിയസ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണണേ. പിന്നെ ഫാഷൻ ഹിസ്റ്ററിയാണ് വരുന്നത്. അതിൽ ഇന്ത്യയിലുള്ള ഹിസ്റ്ററിയും വെസ്റ്റേൺ ഏരിയാസിലുള്ള ഹിസ്റ്ററിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഫൗണ്ടേഷനായിട്ട് നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിക്കാനുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഫാഷൻ എന്താണെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിച്ചു വരികയാണ് ചെയ്യേണ്ടത്. അപ്പം നെക്സ്റ്റ് സബ്ജക്ട്സൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓരോ പാർട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ സബ്ജക്ട്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ്സസ് ഒക്കെ ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.